ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ഞാൻ അതിൻ്റെ പിക്ചർ ഇട്ടിട്ടുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. സെൽഫി സ്റ്റിക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. ജസ്റ്റ് ഇന്നലെ കൈ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞൊരു റിവ്യൂ എനിക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിലും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് ഒരു ക്യാമറ സ്റ്റാൻഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു ചാർജബിൾ കേബിളാണ് കേട്ടോ. ഒരു ചെറിയ ലെങ്ത്തിലൊരു ചാർജബിൾ കേബിൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെയുള്ളത് നമ്മുടെ മെയിൻ താരമായ സെൽഫി സ്റ്റിക്കാണ്. സെൽഫി സ്റ്റിക്കിൽ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് ലോ മോഡിലും അതുപോലെ ഹൈ മോഡിലൊക്കെ അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫോണ് വെക്കാൻ പറ്റിയ ഒരു ഹോൾഡർ ഉണ്ട്. ആ ഹോൾഡർ നമുക്ക് ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഫോൺ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്കതിൽ വെക്കാൻ രീതിയിലാണ് കേട്ടോ. ഇനി മെയിനായിട്ട് പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട് അവിടെ. ആ ക്യാമറ സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫി സ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത്ത് കൂട്ടുകയും അതേപോലെ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അഡ്ജസ്റ്റബിൾ സ്ക്രൂ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആ സ്ക്രൂവിൻ്റെ ടൈറ്റിങ്ങിലാണ്. അതേപോലെ നമ്മുടെ ഫോൺ വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ഫോണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്ക്രൂവിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അവിടെ ഫിക്സ് ആവുകയും ചെയ്യും. അതുപോലെ അത് റിലീസ് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു സ്ക്രൂ ആണ് അതിൻ്റെ കൂടെ ഉള്ളത്. ഇനി നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഒരു റിമോട്ട് കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ സൈസിലുള്ളൊരു റിമോട്ടാണ് കേട്ടോ. അപ്പം റിമോട്ടിൽ ഒരു കുഞ്ഞ് ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ഇപ്പോൾ വർക്കിംഗ് അല്ല. അവരത് ശരിയായ പൊസിഷനിലല്ല ഇട്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാറ്ററി യൂസ് ചെയ്താൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം ഞാനതൊരു വിധത്തിൽ അഴിച്ചെടുത്തിട്ട് ആ ഒരു ബാറ്ററി അതിൻ്റെ ശരിയായ പൊസിഷനിൽ വെച്ചപ്പോഴാണ് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇതേപോലെ ഒരു നീല ലൈറ്റ് വരും. അപ്പം ബാറ്ററി ഓക്കെ, റെഡിയായി, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് അത് അടച്ച് വെച്ചിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യം കഴിഞ്ഞു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബാറ്ററി വേണമെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ബാറ്ററി അഴിച്ച് വെച്ചിട്ട് റിമോട്ട് എടുത്ത് വെക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ബാറ്ററി ബാറ്ററി തീർന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ബാറ്ററിയൊക്കെ റെഡിയാക്കി. ഇനി നമുക്ക് ഇതിൽ ഒരു ഫോണൊന്ന് വെച്ച് നോക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പം എൻ്റെ ഒരു ഫോൺ ഞാനതിൽ വെച്ച് കാണിച്ചിട്ട് അത് ഒന്ന് സ്റ്റാൻഡിലൊക്കെ വെച്ചൊന്ന് ഒരു കുഞ്ഞ് ഡെമോ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്തു. ഇതുപോലെ ഈ ഒരു 3 സ്റ്റാൻഡ് അവിടെ റെഡിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 3 സൈഡിലേക്കൊക്കെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതൊന്ന് ലെങ്ത്തൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മുടെ ഫോണും അതേപോലെ ഈ ഒരു റിമോട്ടും തമ്മിൽ കണക്ട് ചെയ്യണം. അത് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു റിമോട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ അതിൽ സെൽഫി എന്ന പേരിൽ ഒരു പേര് കാണാം. അത് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. സംഭവം എന്തായാലും വർക്കിംഗ് ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറേ ഫോട്ടോസും അതേപോലെ വീഡിയോസൊക്കെ കുറച്ച് ഡിസ്റ്റൻസിൽ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിക്കുക കേട്ടോ. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.